എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. ഓവനോ കേക്ക് ടീനോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ ബാറ്റർ നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. അപ്പോൾ കുക്കറിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു 4 മുട്ടയാണ്. മീഡിയം വലിപ്പമുള്ള ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചിട്ട് മുട്ടയുടെ ഒരു വെള്ളയും മഞ്ഞക്കരും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതിന് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ മുട്ടയും നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു തവിയോ വെല്ലം വെച്ച് നമുക്ക് ഒരു മഞ്ഞക്കരു പതിയെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു മഞ്ഞക്കരു ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു 4 മുട്ടയുടെ മഞ്ഞ ഇവിടെ ഞാനൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 1 കപ്പ് അളവിൽ മൈദാമാവാണ്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദാമാവ് നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ ഈ ഒരു വെള്ള നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ നല്ല പോലെ തന്നെ മുട്ടയുടെ വെള്ളം നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം നമുക്ക് കൂടുതൽ എടുക്കും ആ ഒരു കറക്റ്റ് പരുവം കിട്ടാൻ വേണ്ടിയിട്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മൾ ലോയിൽ ഇട്ട് കൊടുത്ത് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര 1 കപ്പ് അളവ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 തവണയായിട്ട് ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം ഈ ഒരു പരുവത്തിന് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു മഞ്ഞക്കരുവാണ് മുട്ടയുടെ. അത് മുഴുവനും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും ചെയ്യരുത്. അതൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ നമ്മൾ ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവും ഓയിലും ചേർത്തിട്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ ബീറ്റ് ചെയ്യില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലും ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടികളെല്ലാം കൂടെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു മുഴുവൻ പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് കട്ടിക്കാണ് ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ഇനി നമ്മൾ ഈ ഒരു മാവ് ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ആ ഒരു മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ടിന് ഓവനോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലൊരു കുക്കർ എടുത്തിട്ട് ആ ഒരു കുക്കറിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ഇതുപോലൊരു ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കാം. കുക്കറിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിൽ ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഓയിൽ തൂത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഡയറക്റ്റ് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മളൊരു കുക്കർ ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടല്ല ബേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് ആ ഒരു പാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വിസിൽ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 45-50 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു കേക്ക് നല്ല പോലെ തന്നെ ബേക്കായി കിട്ടും. ഏകദേശം ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. തീ നല്ല പോലെ തന്നെ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കണേ. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വെന്തില്ലെങ്കിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 45-50 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും കേക്ക് നല്ല പോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക, അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അകം നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് നല്ല പോലെ തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു കേക്ക് കുക്കറിലിരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വിട്ട് വരും. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല പോലെ തന്നെ തണുത്ത് ആ ഒരു സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്ക് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. നല്ല പോലെ തന്നെ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. എങ്കിലും നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഏത് കേക്കാണെങ്കിലും ഉണ്ടാക്കി ആ ഒരു ദിവസം കഴിക്കുന്നതിലും ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. ഓവനും കേക്ക് ടീനും ഒന്നും ഇല്ലെങ്കിലും കുക്കറിൽ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഏത് തരം കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും നമുക്കിത് ബേസ് ആയിട്ട് ഈ ഒരു കേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.